എടി ശോശാമേ, ഈ പിള്ളേരിത് എവിടെ പോയി? ഇന്ന് നേരത്തെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നതാ. സമയത്തിന് അവരിങ്ങ് ഇറങ്ങുകയില്ല, പറഞ്ഞാലൊട്ട് കേൾക്കുകയില്ല. അവരിപ്പോ വരുന്നേ, നിങ്ങളൊന്ന് സമാധാനപ്പെടും. എടാ ജോസ്മോനെ, റോസ്മോളെ, ഒന്ന് വേഗം വരുന്നുണ്ടോ? ഇനി വൈകിയാൽ ഞങ്ങളങ്ങ് പോകും. ആ അച്ഛനാണെങ്കിൽ കൃത്യസമയത്ത് കുർബാന തുടങ്ങുകയും ചെയ്യും. അമ്മാമേ, ഇന്ന് നമ്മൾ അച്ഛന്മാരാവാൻ പഠിക്കുന്ന ആ കുഞ്ഞു ബ്രദേഴ്സ് ഉള്ള പള്ളിയിലല്ലേ പോകുന്നത്? അതേ മക്കളെ, അതാണ് ലാസലറ്റ് മാതാവിന്റെ പള്ളി. അവിടെ ഇപ്പോ പെരുന്നാള് നടക്കുമല്ലേ. ഇന്നവിടെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് കുർബാനയിൽ പങ്കുകൊണ്ട് പരിപാടികളും കണ്ടിട്ടേ വരികയുള്ളൂ. ഈ ലാസലറ്റ് മാതാവ് എന്ന് പറഞ്ഞ ആരാ പാപ്പ? അതോ, നമ്മുടെ പരിശുദ്ധ അമ്മ പലപ്പോഴായി പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ട സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ 1846 സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ലാസലറ്റ് മലയിൽ മാക്സിമിൻ മെലാനി എന്നീ 2 കുട്ടികളുടെ മുൻപിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ മാതാവിനെയാണ് ലാസലറ്റ് മാതാവ് എന്ന് വിളിക്കുന്നത്. അന്ന് ഒരു വലിയ പ്രകാശഗോളം പോലെ മാതാവിനെ കണ്ട് ആ കുട്ടികൾ പേടിച്ചു വിറച്ചു. അപ്പോ ആ അമ്മ സ്നേഹത്തോടെ വാത്സല്യപൂർവം ഭയപ്പെടാതെ അരികിലേക്ക് ചെല്ലാൻ അവരോട് ആവശ്യപ്പെട്ടു. എന്തിനാ പാപ്പ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞ? അനുരഞ്ജനത്തിന്റെ വലിയൊരു സദ്വാർത്ത മാതാവിന് ആ കുഞ്ഞുങ്ങളോട് പറയാനുണ്ടായിരുന്നു. സെമിനാരി പള്ളിയിലെ മാതാവ് എപ്പോഴും കരഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. അതെന്താ പാപ്പ? ജോസ്മോനെ, മനുഷ്യകുലത്തിന്റെ പാപങ്ങളും പശ്ചാത്താപമില്ലായ്മയും ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അനുരഞ്ജനത്തിന്റെ സന്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ കരയുന്ന മാതാവ് എന്നും മാതാവിനെ അറിയപ്പെടുന്നുണ്ട്.
പിന്നെ എന്തൊക്കെയാ മാതാവ് പറഞ്ഞത്? മാതാവ് എന്താ പറഞ്ഞെന്നറിയോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, കൂടാതെ ബലഹീനരുമാണ്. അപ്പോ തെറ്റുകൾ സംഭവിച്ചു പോകും അല്ലേ? തെറ്റുപറ്റിയാൽ എന്തു ചെയ്യണം? പശ്ചാത്തപിച്ച് ഈശോയിലേക്ക് തിരികെ ചെല്ലണം. അങ്ങനെ ചെയ്താൽ സമൃദ്ധി താനെ ഉണ്ടാകുമെന്നാണ് മാതാവ് സങ്കടത്തോടു കൂടി പറഞ്ഞു തന്നത്. മക്കളെ, മാതാവ് മാക്സിമിനോടും മെലാനിയോടും ഈ പറഞ്ഞ സന്ദേശങ്ങളെല്ലാം ലോകം മുഴുവനും അറിയിക്കുവാനും പറഞ്ഞു. അവർ പോയി മാതാവിനെ കണ്ടതും മാതാവ് പറഞ്ഞതുമായ കാര്യങ്ങൾ എല്ലാവരെയും അറിയിച്ചു. ഫ്രാൻസിലെ ലാസ്ലെറ്റ് മലയിൽ മാക്സിമിനോടും മെലനിയോടും മാതാവ് പറഞ്ഞ അനുരഞ്ജനത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വ്യാപിക്കുകയും അതേ തുടർന്ന് ലാസ്ലെറ്റ് സഭ സ്ഥാപിതമാക്കുകയും ചെയ്തു. ധാരാളം യുവാക്കൾ ലാസ്ലെറ്റ് സഭയിൽ അംഗമായി വൈദിക സന്യസ്ത പരിശീലനം നടത്തി. പല രാജ്യങ്ങളിലും ലാസ്ലെറ്റ് മാതാവിന്റെ പള്ളികളും സെമിനാരികളും ആരംഭിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പച്ചവിരിച്ച പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും പെരിയാറിന്റെ സാമീപ്യവും കൊണ്ട് പ്രകൃതി അണിയിച്ചൊരുക്കിയ കൊച്ചു ഗ്രാമമായ പാറക്കടവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാസ്ലെറ്റ് സെമിനാരി രൂപം കൊണ്ടത്. ധാരാളം വൈദിക വിദ്യാർത്ഥികൾ അവരുടെ പഠനം ആരംഭം കുറിച്ചത് ഈ മനോഹരമായ ഗ്രാമത്തിലെ സെമിനാരിയിലാണെന്നുള്ളതും തുടർ പഠനം കഴിഞ്ഞ് വൈദിക ശ്രേഷ്ഠന്മാർ ഇവിടെ തന്നെ സേവനമനുഷ്ഠിക്കുന്നു എന്നുള്ളതും നമ്മുടെ പാറക്കടവിനെ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും മാക്സിമിന്റെയും മെലിനിയുടെയും സ്ഥാനത്താണ് നിൽക്കുന്നത്. മാതാവിന്റെ സന്ദേശങ്ങൾ അനുഭവിച്ചറിഞ്ഞത് നമുക്കും സാധിക്കുന്ന രീതിയിൽ ലോകത്തിന് പകർന്നു കൊടുക്കാം. പരിശുദ്ധ ലാസ്ലെറ്റ് അമ്മ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.